स्टैंडर्ड 4th हिंदी। आज हम पाठ 12 एक था में भल पाठ का अभ्यास करेंगे। तुम लोग अपना नोटबुक निकाल लीजिए और ध्यान से देखिए। प्रश्नों के उत्तर का किसान के कितने पुत्र थे, वे आपस में क्या करते थे? അതിൽ രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലേ? കിസാൻക്ക് കിത്തനെ പുത്ര थे, കൃഷിക്കാരന് എത്ര പുത്രന്മാർ ഉണ്ടായിരുന്നു? എത്ര പുത്രന്മാരാണ് ഉണ്ടായിരുന്നത്? 4 അല്ലേ, 4. കിസാൻക്ക് 4 പുത്ര थे, കൃഷിക്കാരന് 4 പുത്രന്മാരാണ് ഉണ്ടായിരുന്നത്. വേ ആപ്പസ് മേ ക്യാ കർത്തേ थे, അവർ അന്യോന്യം എന്താണ് ചെയ്തിരുന്നത്? വേ ആപ്പസ് മേ ലഡ്തേ രഹത്തെ थे, അവർ അന്യോന്യം വഴക്കടിച്ചിട്ടാണ് അല്ലെങ്കിൽ ഷണ്ട കൂടിയിട്ടാണ് അവർ ജീവിച്ചിരുന്നത്. ഖ വൈദ്യക്കോ ക്യോ ബുലായ ഗയ, എന്തിനാണ് ഡോക്ടറെ അല്ലെങ്കിൽ വൈദ്യനെ വിളിച്ചു വരുത്തിയത്? കിസാൻ ബീമാർ പട് ഗയ ഇസ്ലിയെ വൈദ്യക്കോ ബുലായ ഗയ, കിസാൻ രോഗം ബാധിച്ച് കിടപ്പിലായി, അതുകൊണ്ടാണ് ഡോക്ടറെ വിളിപ്പിച്ചത്. ഗ വൈദ്യനെ കിസാൻ സെ ക്യാ കഹ, ഡോക്ടർ കൃഷിക്കാരനോട് എന്താണ് പറഞ്ഞത്? വൈദ്യനെ കിസാൻ സെ കഹാ കി, ഡോക്ടർ കൃഷിക്കാരനോട് പറഞ്ഞത് ഉൻക അന്തിം സമയം ആ ഗയാ ഹേ, അയാളുടെ അവസാന സമയം അടുത്തെത്തിക്കഴിഞ്ഞു എന്നാണ് പറഞ്ഞത്. ഘ കിസാനെ ലഡ്കോങ്കോ ക്യാ തോടനേക്കോ കഹ, കൃഷിക്കാരൻ ആൺകുട്ടികളോട് അല്ലെ പുത്രന്മാരോട് എന്ത് പൊട്ടിക്കാനാണ് പറഞ്ഞത്? കിസാനെ ലഡ്കോങ്കോ ലക്കടിക്ക് ഗഡ്ഡി തോടനേക്കോ കഹ, കൃഷിക്കാരൻ ആൺകുട്ടികളോട് വടിക്കഷ്ണങ്ങളുടെ അല്ലെങ്കിൽ സ്റ്റിക്സിൻ്റെ ഒരു ബണ്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ട്, ആ ബണ്ടിൽ ആ കെട്ട് പൊട്ടിക്കാനാണ് പറഞ്ഞത്. കിസാനെ ലഡ്കോങ്കോ ക്യാ സംജായ, കൃഷിക്കാരൻ ആൺകുട്ടികൾക്ക് എന്താണ് ഉപദേശം നൽകിയത്? കിസാനെ സംജായാക്കി ഏക് ധാമേ ബൽഹേ, എന്താണ് കൃഷിക്കാരൻ ഉപദേശിച്ചത്? ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എങ്ങനെയാണ് ഒത്തൊരുമയോടുകൂടി നിന്നാൽ അല്ലേ നിങ്ങളെ ആർക്കും തകർക്കാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞു കൊടുത്തില്ലേ? അപ്പോൾ കിസാനെ സംജായാക്കി, കിസാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. ഏകതാമേ ബൽഹേ, ഒത്തൊരുമയാണ് ബലം എന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുത്തു. അബ് പേജ് നമ്പർ 71 ക്വസ്റ്റ്യൻ നമ്പർ 2 സഹി യാ ഗലത്ത് ലിഖിയേ. സഹി ആണെങ്കിൽ നിങ്ങൾ സഹി എന്ന് എഴുതണം, ഗലത്താണെങ്കിൽ ഗലത്ത് എന്ന് എഴുതണം, അല്ലെങ്കിൽ അതിൻ്റെ അടയാളമല്ല നിങ്ങൾ അവിടെ കൊടുക്കേണ്ടത്. ഷാം പടുപ്പർ ദേക്കിയേ. കിസാൻ കെ പുത്ര പ്യാർ സെ രഹത്തെ थे, കൃഷിക്കാരൻ്റെ പുത്രന്മാർ വളരെ സ്നേഹത്തോടു കൂടിയായിരുന്നു താമസിച്ചിരുന്നത്. ശരിയാണോ അത്? അല്ല അല്ലേ, അവരെപ്പോഴും അടി കൂടിയിട്ടായിരുന്നു. അപ്പോൾ ഈ വാക്യ ഗലത് ഹേ, വഹാ ലിഖോ ഗലത്, ഗലത്ത് എന്ന് തന്നെ എഴുതണം നിങ്ങൾ, അല്ലാതെ അതിൻ്റെ അടയാളമല്ല അവിടെ കൊടുക്കേണ്ടത്. ഖ കിസാൻ ബീമാർ പടുകയ, കൃഷിക്കാരന് അസുഖം പിടിപെട്ടു. ഈ വാക്യ സഹി ഹേ അല്ലേ, അത് ശരിയാണ്, സഹി ലിഖിയേ. ഗ ഗഡ്ഡേ കി ലക്കടിയാം ആസാനി സെ ടൂട്ട് ഗയി, ആ വടിക്കഷ്ണങ്ങളുടെ ആ ബണ്ടിൽ അല്ലേ, ആ സ്റ്റിക്സിൻ്റെ ആ ബണ്ടിൽ ആസാൻ എന്ന് പറഞ്ഞാൽ ഈസി, വളരെ എളുപ്പത്തിൽ അത് പൊട്ടിക്കാൻ സാധിച്ചു എന്ന്. പൊട്ടിക്കാൻ സാധിച്ചോ? ഇല്ല. ഏ വാക്യ ഗലത് ഹേ, ഗലത്. അഗല ഖ അലഗ് അലഗ് ഹോനെ പർ ബി ലക്കടിയാം നഹി ടൂട്ടി, പിന്നെ ആ ബണ്ടിൽ അഴിച്ചു കഴിഞ്ഞിട്ട് ആ സ്റ്റിക്സൊക്കെ ഓരോന്നായി എടുത്തു അല്ലേ. അപ്പോൾ അലഗ് അലഗ് ഹോനെ പർ, അത് വേറെ വേറെ ആയപ്പോഴും ലക്കടിയാ നഹി ടൂട്ടി, ആ വിറക് കഷ്ണങ്ങൾ പൊട്ടിയില്ലാന്ന്, അത് വേറെ വേറെ ആയിട്ട് കൂടിയിട്ട് നഹി ടൂട്ടി എന്നാണ് പറയുന്നത്. അപ്പോൾ ഏ വാക്യ ഗലത് ഹേ, ഏ വാക്യ ഗലത് ഹേ, അത് വേഗത്തിൽ പൊട്ടി അല്ലേ. ഏക് ധാമേ ബൽഹേ, എന്താണ്? ഒത്തൊരുമയാണ് ബലം, യൂണിറ്റി ഈ സ്ട്രെങ്ത്, അത് ശരിയാണ്. ഏ സഹി ഹേ. അഗല ദേക്കിയേ ജോഡേ മിലായിയേ, മാച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്.
ശബ്ദാർത്ഥ देखिए തോട് नहीं सका പൊട്ടിക്കാൻ സാധിച്ചില്ല. ലക്കടിയാം തോട് ഡാലി സ്റ്റിക്സ് പൊട്ടിച്ചു. तो कोई तुम्हारा कुछ नहीं बिगाड़ सकेगा ഇങ്ങനെയാണെങ്കിൽ നിങ്ങളെ ആർക്കും നശിപ്പിക്കുവാനോ തകർക്കുവാനോ ഒന്നും സാധിക്കുകയില്ല. ഉൻക അന്തിം സമയം ആകയാ ഹേ അയാളുടെ അവസാന നിമിഷങ്ങളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. പുത്രോങ്കോ ബുലാബേജ പുത്രന്മാരെ വിളിപ്പിച്ചു. ഇനിയാണ് നമുക്ക് മാച്ച് ചെയ്യേണ്ടത്. പല വൈദ്യനെ ബദായ വൈദ്യൻ എന്താണ് പറഞ്ഞത്, അല്ലെ ഡോക്ടർ എന്താണ് പറഞ്ഞത്? എന്താ പറഞ്ഞത്? ഉൻക അന്തിം സമയം ആകയാ ഹേ അയാളുടെ അവസാന നിമിഷങ്ങളാണ് ഇപ്പോഴുള്ളത് എന്നാണ് പറഞ്ഞത്. അകല കിസാനെ കൃഷിക്കാരൻ എന്ത് ചെയ്തു? പുത്രോങ്കോ ബുലാബേജ അല്ലേ പുത്രന്മാരെ വിളിപ്പിച്ചു. കിസാനെ പുത്രോങ്കോ ബുലാബേജ. അകല കോയി ബി ഉസേ ആർക്കും അത് എന്ത് ചെയ്യാൻ പറ്റിയില്ല? തോട് നഹി സക അത് പൊട്ടിക്കാൻ പറ്റിയില്ല. അകല ലഡ്കോനെ ഏക് ഏക് കർ ആൺകുട്ടികൾ ഓരോന്നോരോന്നായിട്ട് എന്ത് ചെയ്തു? ലക്കടിയ തോട് ഡാലിലെ ഓരോരോ വടിക്കഷ്ണങ്ങൾ അവരുടെ അടുത്ത് കൊടുത്തപ്പോൾ അവർക്ക് വേഗത്തിൽ പൊട്ടിക്കാൻ പറ്റി. അപ്പോൾ ലഡ്കോനെ ഏക് ഏക് കർ ലക്കടിയ തോട് ഡാലി. സബ് മിൽക്കർ രഹോഗെ എല്ലാവരും ഒത്തൊരുമയോടുകൂടെ നിൽക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? തോ കോയി തുമാര കുച്ച് നഹി ബിഗാഡ് സക്കേഗ ആർക്കും നിങ്ങളെ തകർക്കുവാൻ സാധിക്കുകയില്ല. അപ്പോൾ ഇങ്ങനെയാണ് മാച്ച് ചെയ്യേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ ബുക്കിൽ അത് ചെയ്യണം. അകല പേജ് നമ്പർ 72 क्वेश्चन नंबर 2 जिन शब्दों से किसी काम के करने का पता चले उन्हें क्रिया कहते हैं. എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുന്ന ഇത് സൂചിപ്പിക്കുന്ന ക്രിയാപദത്തിനെ സൂചിപ്പിക്കുന്ന വാക്കുകളെയാണ് എന്ത് പറയുന്നത്? ക്രിയ എന്ന് പറയുന്നത്. നമ്മൾ ഇതിൽ മുന്നേ അത് പഠിച്ചതാണ് ക്രിയ എന്താന്നുള്ളത്. അവിടെ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. മോർ നാച്ച് രഹാ ഹേ മയിൽ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിലേതാണ് ക്രിയ? വേർബ് ഏതാണ്? നാച്ച് രഹാ ഹേ അല്ലേ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്നു. അകല ഷീല തൈർ രഹി ഹേ ഷീല നീന്തിക്കൊണ്ടിരിക്കുന്നു. അതിലെ ക്രിയ തൈർ രഹി ഹേ. അകല ചിടിയ ഉടുത്തി ഹേ പക്ഷി പറക്കുന്നു. അന്നേരം ക്രിയ ഏതാണ്? ഉടുത്തി ഹേ. ബച്ചെ പഠിത്തേ ഹേ കുട്ടികൾ പഠിക്കുന്നു. ഇതിലെ ക്രിയയാണ് പഠിത്തേ ഹേ. ഇതുപോലെ അവിടെ കൊടുത്തിട്ടുണ്ട്. ബ്രാക്കറ്റിൽ കുറച്ച് ക്രിയാപദങ്ങൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് ഇവിടെ ശരിയായ സ്ഥലത്ത് എടുത്ത് എഴുതണം. अब देखिए രവി പുസ്തക് പഠ് രഹാ ഹേ രവി പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ പഠ് രഹാ ഹേ ഇതാണ് ക്രിയാപദ് ക്രിയ. അപ്പോൾ അത് നിങ്ങൾ അവിടെ എഴുതണം. അകല വിജയ് സ്കൂൾ ഗയാ ഹേ വിജയ് സ്കൂളിൽ പോയി. ലഡ്ക പലങ്ക് പർ കൂദ് രഹാ ഹേ ആൺകുട്ടി കട്ടിൽ മേൽ ചാടിക്കൊണ്ടിരിക്കുന്നു. കൂദ് രഹാ ഹേ. ഉസ്നെ നയേ കപ്പടെ പെഹനെ തേ അവൻ പുതിയ വസ്ത്രം ധരിച്ചിരുന്നു. ബച്ച രോ രഹാ താ കുട്ടി കരയുകയായിരുന്നു. മേ ഐസ്ക്രീം ഖാവുങ്ക ഞാൻ ഐസ്ക്രീം തിന്നും. മാനെ ഖാന ബനായ അമ്മ ഭക്ഷണം ഉണ്ടാക്കി. അപ്പോൾ നിങ്ങൾ ആ ബ്രാക്കറ്റിൽ ഉണ്ട് അതിൻ്റെ ക്രിയാപദങ്ങൾ. അത് ഇവിടെ നോക്കിയിട്ട് നിങ്ങൾ എഴുതണം. अब पेज नंबर 73 रचनात्मक अभिव्यक्ति क्रिएटिव एक्सप्रेशन. मिलजुल कर रहने से क्या फ़ायदे हैं लिखिए. What is the advantage of staying together? Right. ഒരുമിച്ച് ഒത്തൊരുമയോടെ കൂടെ നിൽക്കുകയാണെങ്കിൽ എന്തൊക്കെ ഗുണങ്ങളാണ് അല്ലെങ്കിൽ എന്തൊക്കെ അഡ്വാൻറ്റേജ് ആണുള്ളത് എഴുതണം. അത് നിങ്ങൾ സ്വയം എഴുതണം. आज इतना ही है. धन्यवाद.